ഹായ് നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വീട് അല്ലെങ്കിൽ കെട്ടിടം നിർമ്മിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 4 പ്രധാന വിവരങ്ങൾ. നമ്പർ 1, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. സ്ഥലം വാങ്ങിയാണ് വീട് വെക്കുന്നതെങ്കിൽ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ ആധാരം ഒരു നിയമവിദഗ്ധനെ കൊണ്ട് പരിശോധിപ്പിക്കണം. നിയമപ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഈ സ്ഥലം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കണം. നമ്പർ 2, മാസ്റ്റർ പ്ലാൻ. നിർമ്മാണ പ്രവൃത്തി നടത്താൻ ഉദ്ദേശിക്കുന്ന ഭൂമിയും അനുബന്ധ മേഖലയും വികസന മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയണം. ഇതിനായി സർവേ നമ്പറുമായി, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലോ എത്തി മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് സ്ഥിരീകരിക്കണം. ഇത്തരം പ്രാഥമിക നടപടികൾക്ക് ശേഷം മാത്രമേ ഒരു ലാൻഡ് രജിസ്ട്രേഷൻ നടപടികളിലേക്ക് കടക്കാവൂ. നമ്പർ 3, പ്ലാൻ. വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ പ്ലാനിൽ വളരെയധികം ശ്രദ്ധിക്കണം. ആദ്യം തന്നെ ഭൂമിയുടെ പ്രത്യേകത, നിലവിലുള്ള ഹ്യൂമൻ റിസോഴ്സ്, സമീപത്തെ കെട്ടിടങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയണം. ഇവയെല്ലാം പരിഗണിച്ച് മാത്രമേ വീടുകൾക്കും ബിൽഡിങ്ങുകൾക്കും പ്ലാനുകൾ തയ്യാറാക്കാവൂ. പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്ലാന് തയ്യാറാക്കുന്ന എഞ്ചിനീയർ നിർബന്ധമായും സ്ഥലം സന്ദർശിച്ചിരിക്കണം എന്നതാണ്. നമ്പർ 4, ബിൽഡിംഗ് പെർമിറ്റ്. പ്ലാന് തയ്യാറാക്കിയതിനു ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ബിൽഡിംഗ് പെർമിറ്റ് ലഭിക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ നൽകുമ്പോൾ ആധാരം, ഏറ്റവും പുതിയ ലാൻഡ് റെസിപ്റ്റ്, പൊസിഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ ഒപ്പം സമർപ്പിക്കണം. ഇതിനുശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ സ്ഥലം പരിശോധിക്കും. സ്ഥല പരിശോധനയ്ക്ക് ശേഷം ബന്ധപ്പെട്ട അധികൃതർ ബിൽഡിംഗ് നിർമ്മിക്കുന്നതിനായി നിയമപരമായി അനുമതി നൽകും. ഇതിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബിൽഡിംഗ് നമ്പർ ലഭിച്ചതിന് ശേഷം മാത്രമേ ഈ ഭൂമിയിൽ ഏത് തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികളും നടത്താവൂ എന്നതാണ്. എന്നാൽ പലരും പെർമിറ്റ് ലഭിക്കുന്നതിന് മുൻപേ തന്നെ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി നമുക്ക് കാണാം. ഇത് ഗുരുതരമായ നിയമലംഘനവും അതിനുമപ്പുറം ഗുരുതരമായ മറ്റ് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതുമാണ്. വ്യവസ്ഥകൾ പാലിക്കാതെയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത് എങ്കിൽ പ്രവൃത്തി നിർത്തിവെക്കുന്നതടക്കമുള്ള നിയമ നടപടികൾ അധികൃതർ സ്വീകരിക്കും. ഒരു കെട്ടിടം പണിയുമ്പോൾ അത് വീടായാലും കമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും നിയമം പാലിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് വഴികാട്ടിയായി പ്രോപ്സോൾവ് ബിൽഡേഴ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്.